സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എല്ലാവർക്കും അത് പലപ്പോഴും സാധ്യമാകണമെന്നില്ല. ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളാൽ അനാവശ്യ ചിന്തകൾ നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മൾ തളർന്നു പോവാറുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു. അതുമൂലം നമ്മുടെ സന്തോഷമില്ലാതായിത്തീരുന്നു. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാതെ ഇത്തരം അനാവശ്യ ചിന്തകളെ എങ്ങനെ അകറ്റി നിർത്താം, ശാന്തമായ മനസ്സിനെ എങ്ങനെ വീണ്ടെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇത്തരം ചിന്തകളിൽ നിന്ന് രക്ഷ തേടാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖം വന്നാലോ സങ്കടം വന്നാലോ അതിന് കാരണം നമ്മൾ തന്നെയാണ് എന്ന് ആദ്യം തിരിച്ചറിയുക. എന്നിട്ട് ചിന്തിക്കുക, ആ ഒരു ദുഃഖത്തെ നമുക്ക് തന്നെ എന്തുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല? ഒരു ദുഃഖം മനസ്സിൽ വന്ന് സ്പർശിക്കുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മളാൽ തന്നെ അത് ഇല്ലാതാക്കാനും കഴിയും. ഞാനൊരു 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെ പുഞ്ചിരി നൽകിയ ഒരു 3 കാര്യം, അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകിയ 3 കാര്യം. അതിനായി ഞാനൊരു കഥ പറയാം. അത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് സന്തോഷം വീണ്ടെടുക്കാൻ കഴിയും. അനാവശ്യ ചിന്തകളിൽ നിന്ന് രക്ഷ നേടാനും കഴിയും. ഒരു ഗ്രാമത്തിൽ മീനു എന്ന മിടുക്കിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു. മീനുവിന് സ്കൂളിൽ നല്ല സുഹൃത്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ മീനുവിന് എപ്പോഴും എന്തോ ഒരു കുറവ് പോലെ തോന്നും. എങ്ങനെയാ സന്തോഷം കിട്ടുന്നത് എന്ന ചോദ്യമാണ് അവൾ പലപ്പോഴും ചോദിച്ചിരുന്നത്. ഒരു ദിവസം മീനു സ്കൂളിനടുത്തെ ഒരു വലിയ മരത്തണലിൽ ഇരിക്കുമ്പോൾ ആ ഗ്രാമത്തിലെ തലവനായ മൂപ്പൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു. മീനുവിൻ്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ മൂപ്പൻ ചോദിച്ചു, എന്താ മീനു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അവൾ പറഞ്ഞു, എനിക്ക് സന്തോഷം വേണം, പക്ഷേ എവിടെയാണ് കിട്ടുന്നേ എന്നെനിക്കറിയില്ല. മൂപ്പൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. സന്തോഷം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിധിയല്ല മീനു അതിനെ കണ്ടെത്താൻ എന്ന് മൂപ്പൻ പറഞ്ഞു. നീ 3 കാര്യങ്ങൾ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് മൂപ്പൻ ഒരു ചെറിയ താൾ എഴുതി അവൾക്ക് കൊടുത്തു. അതിൽ 3 കാര്യങ്ങളായിരുന്നു. 1, നിനക്കുള്ളതിന് നീ നന്ദി പറയുക. 2, മറ്റൊരാൾക്ക് ചെറിയൊരു സഹായമെങ്കിലും ചെയ്യുക. 3, നിന്നെ തന്നെ സ്നേഹിക്കുക. മീനു അത് വായിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നുപോയി. അന്നത്തെ രാത്രി അമ്മ തയ്യാറാക്കിയ ചൂടൻ കഞ്ഞിയും പപ്പടവും കഴിച്ചുകൊണ്ട് മീനു പറഞ്ഞു, എന്ത് രുചിയാ അമ്മേ. അമ്മയുടെ ചുണ്ടിൽ വിടർന്ന പുഞ്ചിരി കണ്ടപ്പോൾ മീനുവിൻ്റെ മനസ്സും ഒരുപാട് നിറഞ്ഞു. അടുത്ത ദിവസം സ്കൂളിൽ കൂട്ടുകാരൻ രാജുവിൻ്റെ പേന പൊട്ടിയിരിക്കുന്നു. മീനു തൻ്റെ ഒരു പേന രാജുവിന് കൊടുത്തു. രാജു പറഞ്ഞു, നന്ദി മീനു. അത് കേട്ടപ്പോൾ മീനുവിൻ്റെ മനസ്സ് വല്ലാത്ത സന്തോഷം തോന്നി. അന്ന് വൈകുന്നേരം മീനു കണ്ണാടിക്ക് മുമ്പിൽ നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു, മീനു, നീ നല്ല കുട്ടിയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അവൾ സ്വയം മനസ്സിനോട് പറഞ്ഞു. അവൾക്ക് മനസ്സിൽ അതിയായ സന്തോഷം തോന്നി. എന്നുമില്ലാത്ത ഒരു അനുഭൂതി തോന്നി. ആ രാത്രി മീനു ഉറങ്ങാൻ പോകുമ്പോൾ ആ 3 കാര്യങ്ങൾ വീണ്ടും ഓർത്തു. അപ്പോൾ മീനു മനസ്സിലാക്കി, സന്തോഷം പുറത്തു തേടേണ്ട ഒന്നല്ല, അത് നമ്മളിൽ തന്നെ ഉണ്ടെന്നും നമ്മൾക്കുള്ള വസ്തുക്കളിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ നമ്മൾ തന്നെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നു. അന്നു മുതൽ മീനു ഓരോരുത്തരോടും പുഞ്ചിരിച്ചു. എല്ലാവർക്കും ചെറിയ സഹായങ്ങൾ ചെയ്തു. അതിൽ നിന്നും അവൾ സന്തോഷം കണ്ടെത്തി. അവൾ ഇനി സന്തോഷം തേടുന്നില്ല, കാരണം സന്തോഷം അവളുടെ കൂടെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, സന്തോഷം നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയട്ടെ. നന്ദി, നമസ്കാരം.